അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഓഫറുകൾ അടങ്ങിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സെല്ല് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ കാശ് കൊണ്ട് ആ പ്രൊഡക്റ്റുകൾ വാങ്ങില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒന്നിനും വേണ്ടിയല്ല, നമ്മുടെ മക്കളോട് കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ യതീമീങ്ങളായി പോയ ഒരുപാട് പിഞ്ചു പൈതങ്ങളെ നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഭർത്താവിനെയും കുടുംബത്തിനെയും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വിധവകളായ സ്ത്രീകളെ നമ്മൾ കണ്ടു. ഒത്തിരി കുടുംബനാഥന്മാർ സ്വന്തം മക്കളും ഭാര്യയും അടക്കം സർവരും നഷ്ടപ്പെട്ട് ഏകനായി നിൽക്കുന്ന സ്ഥിതിവിശേഷം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും ഇനിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാശ് കൊണ്ട്, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് അവര് കൊഴുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവരെ നമ്മൾ വളർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാൻബറയുടെയും നെസ്ലയുടെയും ലേസും, കുട്ടികൾക്ക് ധരിപ്പിക്കുന്ന പാമ്പേഴ്സും, അതേപോലെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നിക്കേഴ്സും, എന്തെല്ലാം ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളുണ്ടോ അവയെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുക. മനുഷ്യത്വമുള്ളവരാണ് നമ്മളെങ്കിൽ, അല്പമെങ്കിലും മനുഷ്യൻ പിടയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പടച്ചോനോർത്തിട്ട് നിങ്ങൾ വാങ്ങരുത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചു വാങ്ങണോ വേണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് മക്കളുള്ളതാണ്, നിങ്ങളുടെ മക്കൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കത് കാണാനുള്ള അവസരമുണ്ടെങ്കിൽ എത്രത്തോളം വേദന, നോവ് നിങ്ങൾ അനുഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്ന് ആ മക്കള് ഹോസ്പിറ്റലിന്റെ കിടക്കയിൽ കിടന്ന് അനുഭവിക്കുന്ന വേദനകൾ കാണാൻ മാതാപിതാക്കൾ പോലും ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നിട്ടും ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തിരിച്ചറിവ് പ്രദാനം ചെയ്യട്ടെ. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. ചോര കണ്ടേ ഞാനും എഴുതൊരു കണ്ണീർ കാവ്യം ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ നിലവിളി കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സ് പൊട്ടുന്നില്ലേ? അല്ലാഹു തആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ, തിരിച്ചറിവ് നൽകട്ടെ, ബോധമുള്ളവരാക്കി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. ഇനിയും ഇതിന് കൂട്ടു നിൽക്കുന്നവരെ നമ്മൾ മാറരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.